നോക്കിക്കോളൂട്ടെ, ഞങ്ങൾ വണ്ടി വരുന്നുണ്ട്. പുതിയ വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ മീഡിയയിലെ കുറേ വിശേഷങ്ങൾ, ഞാൻ പോലും അറിയാത്ത കുറേ വിശേഷങ്ങൾ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട്. അല്ല, അതിനുള്ളൊരു ഞാൻ പോലും അറിയാതെ എൻ്റെ ഒരു കല്യാണം മീഡിയയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഏത് മീഡിയ വന്നാലും എനിക്കറിയാം ഞാൻ വളരെ മാന്യമായിട്ട് സ്നേഹത്തോടെ എപ്പോഴും അതെ. ഇപ്പം എൻ്റെ വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ വന്നാലും, ഇപ്പം എൻ്റെ കല്യാണമായാലും എൻ്റെ വീട്ടിൽ എന്ത് കാര്യമായാലും, ഇപ്പം എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനായാലും ഞാൻ പോലും അറിയാണ്ട മീഡിയാസ് അവിടെ വന്നത്. നിങ്ങളെല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല, അവർക്ക് ഭക്ഷണം വരെ കൊടുത്തിട്ടാണ്, അവർ ഇരുത്തി ഭക്ഷണം കൊടുത്തിട്ടാണ് വിട്ടത്. അപ്പം നിങ്ങളും ജോലി ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ, ആ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ആവശ്യമില്ലാത്ത ന്യൂസുകൾ വരുമ്പോൾ അത് എന്നെയും എൻ്റെ അമ്മ, എൻ്റെ ചേച്ചിയുടെ മോന്, അവരെ വീട്ടുകാർ ഭയങ്കരമായിട്ട്, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നൊരു മെൻ്റലി ഒരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു മാനസികമായൊരു വിഷമമുണ്ട്. അത് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഞാൻ ഇതുവരെ എനിക്കെതിരെ കുറേ ന്യൂസുകൾ മീഡിയാസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ അതൊന്നും റിയാക്ട് ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇതെന്തായാലും റിയാക്ട് ചെയ്യണം. കാരണം വെച്ചാൽ ഇതേപോലത്തെ മഞ്ഞപത്രങ്ങളെന്ന് ഞാൻ പറയും കേട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാരുള്ളത് കൊണ്ട്, നിങ്ങളെപ്പോലെ ജെനുവനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോലും നമ്മൾ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. സീരിയസ് ആയിട്ട് ഞങ്ങൾ ഇനാഗുറേഷൻ വരുമ്പോൾ പോലും, ലൈക്ക് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ പോലും ഞങ്ങൾക്ക് പേടിയാണ്. അവർ എല്ലാവരും അങ്ങനെ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് പറയാം,